പ്രസംഗിക്കും. ഇന്നും നിങ്ങൾ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് വഖഫിൻ്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്വത്തിനെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഡിസൈൻ. നാളെ നിങ്ങൾ വരാൻ വേണ്ടി പോകുന്ന ക്രൈസ്തവ സമൂഹത്തെയും മറ്റു സംഘടനകളെയുമായിരിക്കും. അത് അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ FCRA അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഫിലോന്ത്രഫിക്കലായിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട്, NGOമാർ. ക്രൈസ്തവ സഭകളും അതിനകത്ത് വലിയ പങ്കാണ് വഹിക്കുന്നത്. അത്യാവശ്യം ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് വലിയ വലിയ ആശുപത്രികൾ, വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിലാണ് അവരെയൊക്കെ കടിഞ്ഞാണിടാൻ, കൺട്രോൾ ചെയ്യാൻ, അവരെയൊക്കെ വേണ്ടി വന്ന അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ, അവരെ ഇല്ലാതാക്കാൻ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്നതാണ് ഈ ബില്ല്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് വളരെ ചുളുവിലൂടെ പിൻവാതിലൂടെ പാസ്സാക്കുക എന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെ തെറ്റായ കാര്യമല്ലേ? ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടല്ല ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഞങ്ങളുടെ കക്ഷി നേതാക്കന്മാരോട് ആലോചിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരളം, ആസാം, തമിഴ്നാട്, പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ പ്രതിപക്ഷ കക്ഷികളുടെ MP-മാർ മഹാഭൂരിപക്ഷമുള്ള ഈ സംസ്ഥാനങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ് എല്ലാവരും. അതിനിടയിൽ സഭ തന്നെ നടക്കാൻ പാടില്ലാത്തതാണ്. സഭ അതിനകത്ത് നടത്തി. അവർ ആ സഭയിലെ അവസാന ദിവസങ്ങളാണ്, ഇനിയിപ്പോൾ ഇന്നും നാളെ അവസാന ദിവസമാണ്, പിരിയുന്ന ദിവസമാണ്. ഈ അവസാന ദിവസം ഈ ബില്ല് കൊണ്ട് ഇൻട്രൊഡ്യൂസ് പാസ്സാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ദുരുപരിഷ്ഠിതപരമാണ്, ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബില്ലിന്ന് പാസ്സാക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ MP-മാരോട് അത്യാവശ്യം പ്രചരണ രംഗത്തുള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാവരോടും പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിലെ MP-മാരുടെ സജീവമാണ്. 10:30 മണിക്ക് പാർലമെൻറ്റ് വളപ്പിനകത്ത് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കും. പാർലമെന്റിനകത്ത് ഈ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ ഏത് വിധേനയും ഈ ബില്ലിനെ തടയും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. കേട്ടിട്ടില്ല കേട്ടോ, കേട്ടിട്ടില്ല. ഈ TV-ക്ക് അത് കണ്ണുണ്ടായിട്ടുണ്ടാവില്ല. രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ സംസാരിച്ചത് FCRA കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു RSSന് മാത്രമേ FCRA കിട്ടൂ എന്നുള്ളതാണ് ഈ രാജ്യത്തെ കാര്യമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേരളത്തിലെ BJP സഭകളിലൊക്കെ കയറി ഇറങ്ങുന്നു.